ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രൊക്കോളി ചിക്കൻ സാലഡാണ്. സാലഡ് റെസിപ്പി നമ്മൾ 1-2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ റെസിപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാലഡിൻ്റെ. ഞാനിവിടെ ബ്രൊക്കോളിയും ചിക്കനുമാണ് യൂസ് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കുന്നത്. എൻ്റെ ബ്രൊക്കോളിക്ക് കുറച്ചൊരു ജീവൻ കുറവ് തോന്നുന്നുണ്ട്. ഓക്കെ, ചിക്കൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻസ് യൂസ് ചെയ്യാൻ നോക്കുക. എനിക്ക് ബോൺലെസ് കിട്ടിയിട്ടില്ല എന്നപ്പോൾ ഞാൻ ബോണുള്ളത് തന്നെയാണ് യൂസ് ചെയ്തത്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വെക്കുക. അത് തിളച്ച് വരണമെന്നൊന്നുമില്ല. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് വേവിക്കാൻ വെക്കാം. കാരണം നമുക്ക് ബോയിൽ ചെയ്ത ചിക്കനാണ് ആവശ്യമുള്ളത്. ഇല്ല, നിങ്ങൾക്ക് ബോയിൽ ചെയ്ത ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ചിക്കന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. അതിലും കുറച്ചുകൂടി ഹെൽത്തി ബോയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ആ പാത്രത്തിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അതിൽ ബ്രൊക്കോളി ഇട്ട് അതും ബോയിൽ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രൊക്കോളി ഒരു 3 to 4 മിനിറ്റ്സും ചിക്കൻ ഒരു 10 മിനിറ്റ്സുമാണ് നമുക്ക് വേണ്ടത്. ചിക്കൻ എന്നിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് ചിക്കൻ്റെ ബോൺ ഒഴിവാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ടത്. ഇനി ബട്ടർ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഗാർലിക്ക് വളരെ ചെറിയ പീസസ് ആക്കിയിട്ടത് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, വളരെ ചെറിയ കഷ്ണമാക്കി. ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കുറച്ച് വലിയ പീസാക്കിയിട്ടുള്ള. എന്നിട്ട് ഒന്നൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ വേഗം തന്നെ അതിലേക്ക് നമ്മുടെ ബ്രൊക്കോളിയും അതേപോലെ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ, വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലാതൊന്നും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി കുക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഒരുപാട് കുക്കാവണമെന്നില്ല. എന്നിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഞാൻ എഗ്ലെസ് മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് അപ്പം തന്നെ കഴിക്കാൻ റെഡിയായി. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള സാലഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.